ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പാരഡൈസ് എന്ന സിനിമയെ കുറിച്ചാണ്. ശ്രീലങ്കന്റെ മലയോര പ്രദേശങ്ങളെ പാരഡൈസ് ആയി തന്നെ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് രാജീവ് രവി അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രഫിയിലൂടെ. കൂടാതെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിനെ ഒരണുവിട കൂടാതെ എടുത്തു വെച്ചിട്ടുണ്ട്. ശ്രീലങ്കക്കാർ 2022 നേരിട്ട പ്രശ്നങ്ങൾ ഡയറക്ടറിന്റെ കണ്ണിലൂടെ തുറന്നു കാട്ടുന്നുണ്ട് ഈ ചിത്രം. ഡയറക്ടർ പ്രസന്ന തന്നെയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത്. കൂടാതെ അനുഷ്ക എന്ന വ്യക്തിയും കൂടെ ഉണ്ട്. ഈ സിനിമ ശ്രീലങ്കക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ മാത്രമല്ല പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. രണ്ട് ക്യാരക്ടേഴ്സിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ പോലും അറിയാത്ത അവരുടെ ഇമോഷൻസിനെ തുറന്നു കാട്ടാനും അതുവഴി പ്രേക്ഷകരെ ചിന്തിപ്പിക്കാനും ഈ സിനിമയ്ക്കാവുന്നുണ്ട് എന്നതാണ്. ഈ സിനിമയിൽ രാമായണത്തിന്റെ റെഫറൻസ് പലകുറി വരുന്നുണ്ടെങ്കിലും ഞാൻ ഈ സിനിമയെ നോക്കിക്കാണുന്നത് രണ്ട് ക്യാരക്ടേഴ്സിന്റെ എക്സ്ട്രീം ഇമോഷൻസും ചിന്താഗതിയും വെച്ചിട്ടാണ്. ഒരു വ്യക്തി പ്രകൃതിയെയും മനുഷ്യരെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവരുടെ ചേരിയിൽ നിൽക്കാൻ നോക്കുമ്പോൾ മറ്റൊരു വ്യക്തി മനുഷ്യന്റെ വ്രണപ്പെടുത്തുന്ന സ്വഭാവത്തെ തുറന്നു കാട്ടുന്നുണ്ട്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദർശന, റോഷൻ, ശ്യാം, മഹേന്ദ്ര. ഈ ശ്യാം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമയിലെ ഡ്രൈവറാണ്. കൂടാതെ മഹേന്ദ്ര എന്ന് പറയുന്നത് പോലീസ് ഓഫീസർ. ഈ റോഷന്റെയും ശ്യാമിന്റെയും മഹേന്ദ്രയുടെയും ക്യാരക്ടേഴ്സ് കുറച്ച് ലൗഡാണ്. പക്ഷെ ദർശനയുടെ അങ്ങനെയല്ല. പക്ഷെ ദർശന ലൗഡാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഒന്ന് പകച്ചു പോകും. ഈ 4 പേരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഇതിൽ മികച്ചതായിട്ട് തോന്നിയത് ദർശനയുടെ കഥാപാത്രം തന്നെയാണ്. രാമായണം 300-ൽ പരം രീതികൾ രചിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഈ സിനിമയെ നോക്കിക്കാണാൻ ഉദ്ദേശിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് മനുഷ്യന്റെ ഉള്ളൊഴുക്കുകളെ തുറന്നു കാണിക്കുന്ന ചിത്രമായിട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.